എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് തട്ടുകടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ വീട്ടിൽ തന്നെ എങ്ങനെ ഓംലെറ്റ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഇവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഏകദേശം ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചില്ലി ഫ്ലേക്സ് ആണ്. ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 സ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ കോൺഫ്ലവർ ചേർത്ത് പൊരിച്ചെടുക്കുകയാണെങ്കിൽ മുട്ട പൊരിച്ചു വരുമ്പോൾ ഇതിൻ്റെ അളവ് കുറച്ചും കൂടെ കൂടുതലായിട്ട് തോന്നും. ആവശ്യത്തിനുള്ള ഉപ്പും 1/2 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിനി നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ ചേർത്തിരിക്കുന്ന ചേരുവകളൊക്കെ മുട്ടയിൽ നന്നായിട്ടൊന്ന് ചേർന്ന് കിട്ടണം. ഇതുപോലെ നല്ലവണ്ണം ഒന്ന് അടിച്ചെടുത്തെങ്കിൽ മാത്രമേ മുട്ട പൊരിക്കുന്ന സമയത്ത് നല്ല പൊങ്ങി നല്ല സോഫ്റ്റായിട്ട് വരുള്ളൂ. മുട്ടയുടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെയൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഒരു നോൺ സ്റ്റിക്ക് പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ദോശക്കല്ലിൽ ചുട്ടെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതായിരിക്കും. ശരിക്കും ആ തട്ടുകട സ്റ്റൈലിൽ തന്നെ കിട്ടും. റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ കൂട്ടിന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചതിന് ശേഷം ഒരു 1 മിനിറ്റ് കഴിയുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഈ സൈഡിൽ കൂടി ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ദോശക്കല്ലിലാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഈ സമയത്ത് തീ ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വേണം വെക്കാൻ. ഇനി ഇത് നമ്മൾ സാധാരണ മുട്ട പൊരിക്കുന്നത് പോലെ ഒരു സൈഡ് റെഡിയാകുമ്പോൾ മറിച്ചിട്ട് എടുക്കാം. ഇന്നത്തെ ഈ തട്ടുകട ഓംലെറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലെ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും ആക്റ്റീവാക്കാൻ മറക്കണ്ട. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.